മർക്കസ്കി അഭിനയിച്ചും സംവിധാനം ചെയ്തും 2010 പുറത്തിറങ്ങിയ സിനിമയാണ് എ ക്വയറ്റ് പ്ലേസ്. കഥ ആരംഭിക്കുന്നത് പൂർണ്ണമായും വിജനമായി കിടക്കുന്ന ആ നഗരത്തിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട ഒരു കുടുംബം എത്തുന്നു. ആൽബർട്ടിൻ്റെ കുടുംബം. നിശബ്ദത മാത്രം നിറഞ്ഞ ആ കടയ്ക്കുള്ളിൽ നിന്ന് രോഗിയായ മകൻ മർക്കസിനുള്ള മരുന്നുകളും കുടുംബത്തിന് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും അവർ ഓരോന്നായി സൂക്ഷിക്കുകയും ശേഖരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ നിന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ നിന്ന് സാധനങ്ങൾ താഴെ വീഴുമ്പോൾ ഓടിച്ചെന്നെടുക്കുന്ന മകളെയും കാണാം. എന്നാൽ അത് ഈ സിനിമയുടെ തന്നെ ഭീകരാവസ്ഥയെ ചിത്രീകരിക്കുന്ന ഒന്ന് തന്നെയാണ്. കാതു കേൾക്കാത്ത മകൾ റീഗൻ ഉള്ളതുകൊണ്ട് തന്നെ അവർ ആംഗ്യഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇളയ മകൻ ബ്ലൂ ശബ്ദമുണ്ടാക്കുന്ന ഒരു സ്പേസ് ഷട്ടിൽ കളിപ്പാട്ടം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ അത് വാങ്ങി വെക്കുന്നു. എന്നാൽ തിരിച്ചു പോരുമ്പോൾ സഹതാപം തോന്നി ചേച്ചി റീഗൻ ആ കളിപ്പാട്ടം അനിയന് രഹസ്യമായി നൽകുന്നു. ബാറ്ററി ഊരി വെച്ചാണ് നൽകുന്നത്. പക്ഷേ അവൻ റീഗൻ കാണാതെ ബാറ്ററി തിരികെ ഇടുന്നു. അപ്പോൾ കുടുംബം സഞ്ചരിച്ചിരുന്നത് ഷൂസ് ഇടാതെ നഗ്നപാതരായി മണ്ണ് വിരിച്ച പാതകളിലൂടെ മാത്രമായിരുന്നു. സംസാരിക്കുന്നതിന് പകരം അവർ ആംഗ്യഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ിലേക്ക് മടങ്ങുന്ന വഴി ബ്ലൂ അബദ്ധത്തിൽ ആ കളിപ്പാട്ടം ഓൺ ചെയ്യുകയും അതിൽ നിന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാവുകയും ചെയ്യുന്നു. അച്ഛൻ ഓടി കുഞ്ഞിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ശബ്ദം കേട്ട് കാട്ടിൽ നിന്നൊരു ജീവി മിന്നൽ വേഗതയിൽ കുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അച്ഛൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് ആ കുഞ്ഞിനെ ജീവി കൊണ്ടുപോകുന്നു. കഥ പിന്നീട് കാണിക്കുന്നത് 1 വർഷത്തിന് ശേഷമുള്ള ലീയുടെ കുടുംബത്തെക്കുറിച്ചാണ്. കുടുംബം ആ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തരായിട്ടില്ലെങ്കിലും അനിയൻ്റെ മരണത്തിന് കാരണം താനാണെന്ന കുറ്റബോധത്തിലായിരുന്നു റീഗൻ. ഇതിനിടയിൽ ഈവ്ലിൻ വീണ്ടും ഗർഭിണിയാകുന്നു. അച്ഛൻ ലീ വീടിൻ്റെ ബേസ്മെൻറ്റിൽ സൗണ്ട് പ്രൂഫ് മുറിയും പ്രസവത്തിനായുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നു. കൂടാതെ മകൾക്ക് കേൾവിശക്തി തിരികെ കിട്ടാനുള്ള പുതിയ ഹിയറിംഗ് എയ്ഡുകളും ഉണ്ടാക്കാൻ ലീ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇളയ മകനായ ബ്ലൂ അന്യഗ്രഹജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ആ ദുരന്തത്തിന് കാരണം താനാണെന്ന കടുത്ത കുറ്റബോധത്തിലാണ് മകൾ റീഗൻ ജീവിക്കുന്നത്. അച്ഛൻ തന്നോട് ദേഷ്യത്തിലാണെന്നും അച്ഛന് തന്നെ ഇഷ്ടമില്ലെന്നുമാണ് അവൾ തെറ്റിദ്ധരിക്കുന്നത്. ഗർഭിണിയായ അമ്മ ഏവ്ലിൻ തൻ്റെ രക്തസമ്മർദ്ദവും കുഞ്ഞിൻ്റെ മിടുപ്പും സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അച്ഛൻ ലീ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ശ്രവണ സഹായി അവൾക്ക് നൽകാൻ ശ്രമിക്കുന്നു. എന്നാൽ മാനസിക വിഷമത്തിലായതിനാൽ അവൾ അത് അണിയാൻ സമ്മതിക്കാതെ അച്ഛനെ തടയുന്നു. ഒടുവിൽ അച്ഛൻ അത് അവളുടെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് പോവുകയും അത് സ്വയം വെച്ച് നോക്കാൻ അവൾ ശ്രമിക്കുകയും ചെയ്യുന്നു. ലീ തൻ്റെ മകനായ മർക്കസിനെ മാത്രം കൂടെ കൂട്ടി ഭക്ഷണവും മറ്റും ആവശ്യങ്ങൾക്കുമായി കാട്ടിലേറുന്നു. താനും കൂടെ വരാമെന്ന് റീഗൻ ആംഗ്യഭാഷയിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അമ്മയെ സഹായിക്കാൻ പറഞ്ഞ് അച്ഛൻ അവളെ വീട്ടിൽ തന്നെ ഇരുത്തുന്നു. ഇത് അവളിൽ വീണ്ടും വിഷമവും ഒറ്റപ്പെടലും ഉണ്ടാക്കുന്നു. ഇവിടെയാണ് സിനിമയിൽ ആദ്യമായി ശബ്ദമുയരുന്ന രംഗം. അന്യഗ്രഹജീവികളുടെ കണ്ണ് വെട്ടിച്ച് മനസ്സ് തുറക്കാൻ സംസാരിക്കാൻ അവർ കണ്ടെത്തിയ ഒരേയൊരിടം ഈ വെള്ളച്ചാട്ടത്തിനരികിലാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ വലിയൊരുമ്പലിൽ തങ്ങളുടെ ശബ്ദം മറഞ്ഞു പോകുമെന്ന് അച്ഛൻ മകന് കാട്ടിക്കൊടുക്കുന്നു. പേടിച്ചു വിറച്ച് ജീവിക്കുന്ന മകന് അച്ഛൻ നൽകുന്ന ഒരേയൊരു ധൈര്യമായിരുന്നു അത്. എന്നാൽ വീട്ടിൽ അലക്കിയ തുണികളുമായി മുകളിലേക്ക് കയറുന്ന അമ്മ ഏവ്ലിൻ കോണിപ്പടികളിൽ തങ്ങി നിൽക്കുന്ന ആ കൂർത്ത ആണി കാണുന്നില്ല. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന് നിശബ്ദമായ സൂചനയായിരുന്നു ആ കാഴ്ച. ചട്ടിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ കാട്ടിൽ വെച്ച് അവർ ഒരു വയസ്സനായ ആളെ കാണുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അന്യഗ്രഹജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു അയാൾ. ഇനി ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത പോലെ നിന്ന അയാൾ വൃദ്ധനോട് ശബ്ദമുണ്ടാക്കരുതെന്ന് ലീ ആംഗ്യത്തിലൂടെ യാചിക്കുന്നു. എന്നാൽ അടക്കാനാവാത്ത സങ്കടത്തോടെ ആ വൃദ്ധൻ ഉറക്കെ നിലവിളിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ആ അലർച്ച കേട്ടെത്തിയ ഭീകരജീവി അയാളെ ഇല്ലാതാക്കുന്നു. അച്ഛനും മകനും തിരികെ എത്തുമ്പോഴേക്കും സമയം വൈകിയിരുന്നു. ഈ സമയം വീടിൻ്റെ തറനിലയിലെ ഭൂഗർഭമുറിയിലേക്ക് ഇറങ്ങുന്ന അമ്മ ഏവ്ലിന് പ്രസവവേദന അനുഭവപ്പെടുന്നു. ഭയം കാരണം ശബ്ദമുണ്ടാക്കാതെ അവർ പടികൾ കയറാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ മുകളിലേക്ക് പൊന്തിന്ന കൂർത്ത ആണി അവരുടെ കാൽപാദത്തിൽ ആഞ്ഞു തറച്ചു കയറുന്നു. ഇത് സഹിക്കാനാവാതെ അമ്മയുടെ കയ്യിലിരുന്ന ഗ്ലാസ് പാത്രം തറയിൽ വീണ് വലിയ ശബ്ദത്തോടുകൂടി ഉടയുന്നു. ആ നിമിഷം വീടിൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബൾബ് അമ്മ തെളിയിക്കുന്നു. അതൊരു അപകട സൂചനയായിരുന്നു. ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള അന്യഗ്രഹജീവി വീടിനുള്ളിലേക്ക് ഇരച്ചു കയറി. വയറ്റിലെ കുഞ്ഞിൻ്റെ ജീവനും സ്വന്തം ജീവനും കാക്കാൻ ആ അമ്മ നിശബ്ദമായി കരഞ്ഞുകൊണ്ട് വീടിനുള്ളിൽ ഒളിച്ചിരുന്നു. നിശബ്ദമായി കരഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുക മാത്രമായിരുന്നു ആ അമ്മയുടെ മുന്നിലെ ഒരേയൊരു വഴി. ഇതേ സമയം വീട്ടിൽ തിരിച്ചെത്തിയ ലീ ചുവന്ന വെളിച്ചം കണ്ട് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നു. മകൻ മർക്കസിനോട് പറമ്പിൽ പോയി പടക്കം പൊട്ടിച്ച ജീവിയുടെ ശ്രദ്ധ തിരിക്കാൻ അച്ഛൻ ആവശ്യപ്പെടുന്നു. മർക്കസ് പടക്കം പൊട്ടിക്കാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും അവന് അതേ ഉള്ളായിരുന്നു വഴി. മർക്കസ് പടക്കം പൊട്ടിച്ചതോടെ ജീവി പുറത്തേക്ക് ഓടുകയും ആ ഇടവേളയിൽ അമ്മ ബാത്ടബിൽ വെച്ച് ശബ്ദമുണ്ടാക്കാതെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു.
പടക്കം പൊട്ടിച്ച് ജീവിയുടെ ശ്രദ്ധ തിരിച്ച ചെറിയ ഇടവേളയിൽ ബാത്ടബിൽ വെച്ച് അമ്മ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നു. എന്നാൽ അപകടങ്ങൾ അവിടെ തീരുന്നില്ല. വീടിൻ്റെ അടിത്തട്ടിൽ വെള്ളം നിറയുമ്പോൾ ആ വെള്ളത്തിലൂടെ അമ്മയെയും പുതുതായി ജനിച്ച കുഞ്ഞിനെയും തേടി അന്യഗ്രഹ ജീവി വീണ്ടും ഇറങ്ങി വരുന്നു. ഭാഗത്ത് അച്ഛനെ തിരിഞ്ഞുപോയ മക്കൾ രണ്ടുപേരും വലിയൊരു ധാന്യ സംഭരണശാലയ്ക്ക് മുകളിൽ കുടുങ്ങുന്നു. ഇതേ സ്ഥലത്തേക്ക് അവരെ തേടി ആ ഭീകരജീവിയും എത്തുന്നു. അച്ഛൻ ലീ ഓടിയെത്തുന്നതിനു മുമ്പ് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഭയാനകമായ കുറച്ച് നിമിഷങ്ങളിലൂടെ ആ കുടുംബം കടന്നു പോകുന്നു. ഈ സമയം റീഗന്റെ ചെവിയിലെ ശ്രവണ സഹായിൽ നിന്ന് ഉയർന്ന ദൈർഘ്യമുള്ള ഒരു വിചിത്ര ശബ്ദം പുറത്തേക്ക് വരുന്നു. ഇത് കേട്ട് അസഹനീയമായ വേദനയോടെ ആ ജീവി അവിടെ നിന്നും ഓടിപ്പോകുന്നു. പടക്കം പൊട്ടിച്ചതിന് ശേഷം ഒന്നിച്ച റീഗനും മാർക്കസും അച്ഛൻ തങ്ങളെ തിരഞ്ഞെത്തുമെന്ന പ്രതീക്ഷയിൽ ധാന്യ സംഭരണശാലയ്ക്ക് മുകളിൽ തീപ്പന്തം കൊളുത്തി കാത്തിരിക്കുന്നു. എന്നാൽ സമയം ഏറെ കഴിഞ്ഞിട്ടും അച്ഛൻ എത്താത്തതിനെ തുടർന്ന് ആ തീപ്പന്തം അണഞ്ഞുപോകും. അച്ഛൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ മാർക്കസും, എന്നാൽ അച്ഛൻ വരില്ല എന്ന് റീഗനും തറപ്പിച്ചു പറയുന്നു. ഒടുവിൽ കാത്തിരുന്നു മടുത്ത് ഭയത്തോടെ അവർ തിരികെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായ അപകടങ്ങൾ നടക്കുന്നത്. തിരിഞ്ഞു നടന്നു തുടങ്ങുന്നതിനിടയിൽ ദ്രവിച്ച വാതിലിൽ തകർന്ന് മർക്കസ് താഴെയുള്ള ധാന്യ കുമ്പാരത്തിലേക്ക് വീഴുന്നു. അനിയനെ രക്ഷിക്കാൻ ചാടിയ റീഗനും അതിനുള്ളിൽ കുടുങ്ങുന്നു. ചതുപ്പ് പോലെ തങ്ങളെ താഴേക്ക് വലിച്ചെടുക്കുന്ന ആ ധാന്യക്കൂട്ടത്തിനുള്ളിൽ അവർ ശ്വാസം കിട്ടാതെ പിടയുകയാണ്. അവിടെയും അവരെ തേടി ആ ഭീകരജീവി എത്തുന്നു. അച്ഛൻ ലീ ഓടിയെത്തുന്നതിനു മുമ്പ് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള കുറച്ച് ഭയാനകമായ നിമിഷങ്ങളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരുന്നു. സംഭരണശാലയിൽ നിന്ന് രക്ഷിച്ച് അച്ഛൻ ലീ അവരെ ഒരു വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നു. പക്ഷേ അപ്പോഴേക്കും ജീവികൾ അവരെ വീണ്ടും വളയുകയായിരുന്നു. കുട്ടികൾ ഇരിക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് ജീവി എത്തുമ്പോൾ ഇനി രക്ഷയില്ലെന്ന് ലീ മനസ്സിലാക്കുന്നു. മകൾ റീഗനെ നോക്കി ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് ആംഗ്യഭാഷയിൽ പറഞ്ഞ് അച്ഛൻ ഉറക്കെ നിലവിളിക്കുന്നു. ജീവിയുടെ ശ്രദ്ധ കുട്ടികളിൽ നിന്നും തന്നിലേക്ക് തിരിച്ച് മക്കളെ രക്ഷിക്കാൻ ആ അച്ഛൻ സ്വയം ബലിയർപ്പിക്കുന്നു. ഉടനെ തന്നെ ആ അന്യഗ്രഹ ജീവി അച്ഛനെ കാർന്നു തിന്നുന്നത് അവർ കാണുന്നു. അച്ഛൻ്റെ വേർപാടിൽ തകർന്നുപോയ മക്കൾ വീടിൻ്റെ അടിത്തട്ടിലെ രഹസ്യമുറിയിൽ അമ്മയുടെയും പുതുതായി ജനിച്ച അനിയൻ്റെയും അടുത്തെത്തുന്നു. എന്നാൽ വീണ്ടും ഒരു ജീവി അവരെ തേടി താഴേക്ക് ഇറങ്ങി വരുന്നു. ആ സമയത്താണ് റീഗൻ ആ സത്യം തിരിച്ചറിയുന്നത്. തൻ്റെ ശ്രവണ സഹായം നിന്നുള്ള ശബ്ദമാണ് ഈ ജീവികളുടെ ഏറ്റവും വലിയ ബലഹീനത. കുടുംബത്തെ സംരക്ഷിക്കാനായി ലീ ചെയ്ത എല്ലാ കാര്യങ്ങളും ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. റീഗൻ അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. തൻ്റെ ശ്രവണ സഹായി ആണ് എല്ലാ ജീവികളിൽ നിന്നും തങ്ങളെ രക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗമെന്ന് അച്ഛൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് റീഗൻ ആ ശ്രവണ സഹായി ഒരു മൈക്രോഫോണിലേക്ക് അടുപ്പിച്ചു വെച്ച് ആ ശബ്ദം ഉച്ചത്തിലാക്കുന്നു. അസഹനീയമായ വേദനയിൽ അന്യഗ്രഹ ജീവിയുടെ തലയിണെ സംരക്ഷണ കവചം തുറക്കുന്നു. ആ നിമിഷം അമ്മ ഏവ്ലിൻ തോക്കെടുത്ത് അതിനെ വെടിവെച്ച് കൊല്ലുന്നു. ശബ്ദം കേട്ട് കൂടുതൽ ജീവികൾ ആ വീടിന് നേരെ ഓടിയെത്തുന്നവർ CCTVയിലൂടെ കാണുന്നു. പേടിയില്ലാതെ പോരാടാനുറച്ച് അമ്മയും മക്കളും തോക്ക് റീലോഡ് ചെയ്യുന്നതോടെ ഈ അതിജീവന പോരാട്ടം അവസാനിക്കുന്നു.